എനിക്ക് നിങ്ങളോട് ഒരു കുഞ്ഞിനെക്കുറിച്ച് പറയണം. 10 മാസം മാത്രം ഈ മണ്ണിൽ വെളിച്ചം വീശിയ ആലിൻ ഷെറിൻ എബ്രഹാം. അവൾക്ക് അവളുടെ ജാതി അറിയില്ലായിരുന്നു, മതം അറിയില്ലായിരുന്നു. മനുഷ്യർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് പണിതുയർത്തിയ വേലിക്കെട്ടുകളെക്കുറിച്ച് ആ കുഞ്ഞു മാലാക കേട്ടിട്ട് പോലുമില്ല. അവൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവളുടെ മാതാപിതാക്കൾ എടുത്ത ആ തീരുമാനം അതൊരു വലിയ കവിതയായിരുന്നു, ഒരു പ്രാർത്ഥനയായിരുന്നു. ആലിൻ്റെ ഹൃദയവും മിഴിപ്പോക്കളും വൃക്കകളും ഇന്ന് 4 പേരിൽ തുടിക്കുന്നുണ്ട്. ആ അവയവങ്ങൾ സ്വീകർത്താവിൻ്റെ ശരീരത്തിലേക്ക് ചേക്കേറിയപ്പോൾ അവരാരും ചോദിച്ചില്ല അത് ഏത് തറവാട്ടിലെ രക്തമാണെന്ന്. അവിടെ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു ജീവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആലിൻ മരിച്ചെന്ന് ആരാണ് പറയുന്നത്? അവൾ 4 പേരിലൂടെ, അവരുടെ ഓരോ ശ്വാസത്തിലൂടെയും ഈ ഭൂമിയിൽ ഇപ്പോഴും പുഞ്ചിരിക്കുകയാണ്. ആ പുഞ്ചിരിക്ക് ഒരു മതവുമില്ല. നമ്മുടെ ഈ കൊച്ചു കേരളവും നമ്മുടെ സമൂഹവും എത്ര വിചിത്രമാണ്. അറിവുണ്ടെന്നും അക്ഷരമറിയാമെന്നും ഒക്കെ നാം അഹങ്കരിക്കും. പക്ഷേ നമ്മുടെ മനസ്സ് ഇപ്പോഴും ഇരുട്ടിലാണ്. പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നും മേൽജാതിയെന്നും കീഴ്ജാതിയെന്നും പറഞ്ഞ് നമ്മൾ മനുഷ്യരെ അകറ്റി നിർത്തുന്നു. മറ്റൊരുവൻ്റെ സ്പർശനമേറ്റാൽ അശുദ്ധമാകുമെന്ന് കരുതി നാം വാതിലുകൾ അടയ്ക്കുന്നു. എന്നാൽ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ മരണത്തിൻ്റെ കറുത്ത തണൽ വീഴുമ്പോൾ നമ്മൾ വെറുത്തവൻ്റെ രക്തമോ അവയവമോ വേണ്ടി വരുന്നു നമുക്ക് ജീവൻ നിലനിർത്താൻ. അപ്പോഴെവിടെ പോകുന്നു നമ്മുടെ ഈ മിഥ്യാ അഭിമാനങ്ങൾ? മരണത്തിന് വിവേചനമില്ല. വേദനയുടെ കണ്ണീരിന് ഒരേ ഉപ്പാണ്. പ്രത്യാശയ്ക്ക് ഒരേ നിറമാണ്. നമ്മൾ വെറുപ്പിൻ്റെ മതിലുകൾ പണിയുമ്പോൾ പ്രകൃതി സ്നേഹത്തിൻ്റെ അദൃശ്യമായ പാലങ്ങൾ പണിയുകയാണ്. ഈ അർത്ഥശൂന്യമായ വേർതിരിവുകൾ നമ്മെ എവിടെ എത്തിക്കും? മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. എങ്കിലും ആ ദൈവത്തെ മനുഷ്യനെ കാണാൻ നമുക്കെന്തേ കഴിയുന്നില്ല? ദൈവബോധം മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്, വിഭജിക്കാനല്ല. ആത്മീയത എന്നാൽ മറ്റൊരുവൻ്റെ ആത്മാവിനെ സ്വന്തം ആത്മാവായി കാണുന്നതാണ്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹം, ഭയം, ഒറ്റപ്പെടൽ ഇതെല്ലാം സാർവത്രികമാണ്. അത് കൊച്ചിക്കാരനായാലും കാസർഗോഡുകാരനായാലും ഒരുപോലെയാണ്. ദൈവത്തിൻ്റെ സാദൃശ്യമെന്ന് നമ്മുടെ ബാഹ്യരൂപത്തെക്കുറിച്ചല്ല, മറിച്ച് മറ്റൊരാൾക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ ഉരുകുന്ന നമ്മുടെ കരുണയിലാണ് ഉള്ളത്. മുറിവേറ്റവൻ്റെ വേദനയിൽ പങ്കുചേരുമ്പോഴാണ് നമ്മൾ ശരിക്കും ദൈവത്തെ കാണുന്നത്. നമുക്ക് ആലിനെ പോലെയാകാം, നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു തുള്ളിയാകാം. ഈ ഭൂമിയിൽ നിന്ന് നാം യാത്രയാകുമ്പോൾ പണവും പ്രതാപവും തറവാടിത്തവും ഒന്നും നമ്മളോടൊപ്പം വരില്ല. അവയൊക്കെയും ഈ മണ്ണിൽ അലിഞ്ഞു ചേരും. നമ്മൾ ബാക്കി വെച്ച് പോകുന്നത് നമ്മൾ മറ്റൊരാൾക്ക് നൽകിയ തണലും പകർന്നു നൽകിയ സ്നേഹവും മാത്രമായിരിക്കും. വിവേചനത്തിൻ്റെ കയ്പുനീർ ഉപേക്ഷിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് പഠിക്കാം. ആലിൻ എന്ന 10 മാസക്കാരി കാട്ടിത്തന്ന ആ വലിയ പാഠം നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കട്ടെ. കാരണം അഹങ്കാരമെല്ലാം അവസാനിച്ച് ഒടുവിൽ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ നാം എല്ലാവരും ഒന്നാണ്. ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയായ വെറും മനുഷ്യർ മാത്രം.